നമ്മൾ ചെയ്യാൻ വന്ന് മുടി എത്താനാണ് മേക്കപ്പ്. ആരുടെയാണ്? കിഡ്സിന്റെ ഹെയർ സ്റ്റൈലിങ്ങും. പിന്നെന്താ ചെയ്യാൻ പോകുന്ന കിഡ്സിന്? എന്താ ഇങ്ങനെ ഒരുങ്ങുന്ന? എന്താ ഇൻഡിപെൻഡൻസ് ഡേയോ? ചാച്ചാ നെഹ്റു കേക്കണ്ട, ചാച്ചാ നെഹ്റു കേക്കണ്ട. എന്ത് പൗഡറാണ്? എന്ത് പൗഡറാണ്? നമുക്ക് പേര് മറന്നുപോയല്ലോ. കുറച്ച് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നത് എന്താണ്? പിന്നെ ജൂഡിയുടെ കാജലാണ്. ഇത് ഇങ്ങനെ പൊട്ടിപ്പോയാണ്. എവിടെ പൊട്ടിപ്പോയി? ഇങ്ങനെ കണ്ണെഴുതുന്നത് ആൾക്ക് ഇഷ്ടമില്ല കേട്ടോ. കണ്ണെഴുതി കഴിയുമ്പോഴേക്കും ഒരു കമൻറ്റ് വരാനുണ്ട്. ഒട്ടും ഇഷ്ടമില്ല ഇങ്ങനെ കണ്ണെഴുതുന്നത്. മേലെ കുറച്ച് സ്മഡ്ജ് ചെയ്തൊക്കെ എഴുതി കൊടുക്കുന്നത് ഇഷ്ടമാണ്. ഇങ്ങനെ ബോൾഡാക്കി എഴുതി കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെ എഴുതി കൊടുക്കും. എനിക്കിങ്ങനെ എഴുതുന്നത് ഇഷ്ടമാണ്. അപ്പം ഞാൻ ചെയ്തു കൊടുക്കുന്നത് അതിന് പറയുന്നൊരു കമൻറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഭൂതമാരിയൊന്നുമില്ല, കുറച്ച് ഡാർക്കൻ ചെയ്ത് കണ്ണെഴുതിയില്ല. അപ്പം അതിലവിടെ നിർത്തുകയാണ്. ഇത് കല്യാണത്തിനൊന്നും പോകാൻ ഒരുങ്ങല്ല കേട്ടോ, സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. ചിൽഡ്രൻസ് ഡേക്ക് കളർ ഡ്രസ്സാണ് ഇവിടെ ഇടാനുള്ള ഒരു പെർമിഷൻ ഉള്ളത്. വർഷത്തിൽ 1-2 തവണയാണ് മാക്സ് ടു മാക്സ് അവർക്ക് കളർ ഡ്രസ്സ് സ്കൂളിലേക്ക് വെയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് കുട്ടികളൊരു ആഘോഷമാക്കിയിട്ട് തന്നെയാണ് എടുക്കുക. ഏതാണ് അവർക്ക് ഏറ്റവും പുതിയ ഡ്രസ്സ് അതൊക്കെ എടുത്ത് വെച്ച് ഇന്നലെ മുതലേ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. കല്യാണത്തിന് പോകുന്ന പോലെ ഏതിടും, എന്തിടും, ഏത് മുടി കിട്ടും, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം അതൊരു നല്ല കാര്യമാണ് ശരിക്കും. കാരണം നമുക്കൊരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എന്നും കംഫർട്ടബിൾ ആയിട്ട് സ്കൂളിൽ പോയി വരാനായിട്ട് പറ്റും. ഇന്നലെ എഴുതിയതാ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു റിബനാണ് കേട്ടോ, ബണ്ണാണ് കേട്ടോ അത് യൂസ് ചെയ്യണത്. പെൺകുട്ടികളുടെ അമ്മമാർക്ക് അറിയായിരിക്കും ഇങ്ങനത്തെ സാധനം എത്ര ഉണ്ടായിട്ടുണ്ടെങ്കിലും. എത്ര ഇത് ഞാനിങ്ങനെ എന്നിട്ട് കുറേ പാക്ക് വാങ്ങിച്ചാണ്. ഒരു കുഞ്ഞു പാക്സ് ആയിരുന്നു ഞങ്ങൾ വാങ്ങാറ്. നാട്ടിൽ പോയ സമയത്ത് ആ ഒരു ചൈന ബസാറില്ലേ കാലിക്കറ്റിലെ, അവിടെ അടിപൊളിയായിട്ട് സാധനം കിട്ടാനുണ്ട് കേട്ടോ. അങ്ങനത്തെ ഈ സാധനത്തിന് ഇതിനെന്തോ 30 രൂപ എങ്ങാണ്ടാണ്. എനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നി. കാരണം ഇത് തെരഞ്ഞു നടക്കുക എന്നുള്ളൊരു പരിപാടി അവിടെ എത്ര ഉണ്ടായാലും തികയാത്തൊരു സംഭവമാണ് റിബൺസ്. ഫസ്റ്റ് ഹെയർ സ്റ്റൈലിങ്ങിന് നടുവ് പകുത്തിട്ട് 2 സൈഡും ഇങ്ങനെ ചെവിയുടെ അടുത്തേക്ക് ഞാൻ പറഞ്ഞു മണ്ട ഭാഗത്ത് നിന്ന് ചെവിയുടെ അടുത്തേക്ക് അങ്ങോട്ട് വകച്ചിലെടുത്തിട്ട് ഇങ്ങനെ 2 ഭാഗം നന്നായിട്ട് നമ്മൾ പൊക്കി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ആദ്യത്തെ പാർട്ടായിട്ട്. പിന്നെ ഇതൊരു രണ്ട് സൈഡും എഗെയിൻ ബാക്ക് സൈഡ് നെറുഭാഗത്തിട്ട് 2 സെക്ഷനാക്കി കെട്ടി കൊടുക്കുകയാണ്. അതിലപ്പോൾ 2 സൈഡിലുമായിട്ട് 3 കെട്ട് വരും. ഈ മുടി ഓരോരോ കെട്ടിൻ്റെ കൂടെയും ഈ വരുന്ന ബാക്കി മുടി കൂട്ടി ചേർത്ത് കൊടുക്കുകയാണ്. കാണാൻ പറ്റുന്നില്ലേ? ഇങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് ഒന്നും കൂടെ അങ്ങനെ എടുക്കുന്നുണ്ട്. ബാക്കി ഹെയർ അവിടെ ഇട്ടിട്ട് വേണ്ടല്ലേ. ഇങ്ങനെ വരും. അടങ്ങി നിൽക്ക്. ഒന്നുകൂടെ ടൈറ്റൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാട്ടർ വേണം. ഇവിടെ ഒരു ബാക്കിയുള്ളതും കൂടെ എടുത്തിട്ട് അതിങ്ങനെ സൈഡിലേക്കാണ് കേട്ടോ കെട്ടിക്കൊടുക്കുന്നത്. ഇവിടെ സൈഡിലേക്ക്. ഇത് കുറച്ച് നീളം കുറവ് മുടിയുള്ള കുട്ടികൾക്ക് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവർക്കാണല്ലോ നമുക്ക് മുടി കെട്ടാൻ ബുദ്ധിമുട്ട്. എത്ര കെട്ടിയാലും മുടി അതിനുള്ളിൽ കുടുങ്ങി കിടക്കില്ല. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് കെട്ടാൻ പറ്റും. ഫൈനൽ റിസൾട്ട് കണ്ടില്ലേ? ഇങ്ങനെ വരും സൈഡിലേക്ക്. എന്തേ ഇഷ്ടപ്പെട്ടില്ല? ബാക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ട്രെൻഡി ഗേളിന്റെ ഭംഗിയുണ്ട്. ഇതിൽ സാധനം വെക്കണ്ടടാ, വരണുള്ളൂ, ഐറ്റം വരണുള്ളൂ. കണ്ടോ നിങ്ങൾ? ബാക്ക് ഭാഗം കാണിച്ചു കൊടുക്കുന്നു. നീ എവിടെ അതെടുക്കണം.
ഇഷ്ടപ്പെട്ടില്ലേ? ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. സമാധാനപ്പെടുക, അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക്. ഓക്കെ കേട്ടോ, അടിപൊളി, സൂപ്പർ. നീ വാ. അവിന്റെ പൊടി കെട്ടിക്കഴിഞ്ഞു. ഇതിങ്ങനെ ഈ രണ്ട് ഭാഗം കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തിരിക്കും. എഗെയിൻ ഈ ഒരു ക്ലിപ്പ് കുത്തി. ഒരു മെനക്കെടുമില്ലാതെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. രണ്ട് സൈഡിലേക്ക് എവിടേക്കാണോ, ഏത് സൈഡാണോ നിങ്ങൾ, എങ്ങനെയാണോ നിങ്ങൾ ഇപ്പം നെറു വർക്കാണ് ചെയ്യണമെങ്കിൽ സൈഡ് എടുക്കുകയാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. ആദ്യം ഹെയർ, എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് ആദ്യം കുറച്ച് മുടി എടുക്കുക, ഒരു ക്ലിപ്പ് കുത്തി കൊടുക്കുക, പിന്നെ രണ്ട് സൈഡിൽ നിന്ന് മുടി എടുത്ത് കൊടുക്കുക. ആ ബാക്കിയുള്ള താഴെ കിടക്കുന്ന മുടിയുടെ മേലേക്ക് കൂട്ടി വെച്ചിട്ട് അതും ക്ലിപ്പ് കുത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ലെയർ പോലെ ഫോം ആവും. ഒരു റിസ്ക്കും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ടപ്പേന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഈ ഹെയർ സ്റ്റൈല്. ഇങ്ങനെ വെറുതെ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ പിരിച്ച് കുത്തി ഇങ്ങനെ കുത്തി. ഇതൊരു ആമീൻ്റെ ഓൾവേസ് ഉള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇപ്പൊ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് കമന്റ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ കേട്ടോ. ബൈ.